ഹലോ ചിങ്ങായിമാരെ, വെൽക്കം ടു മൈ ചാനൽ ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു രസം റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. കൂടുതൽ രുചികരമായ വിഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് രസം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ മിക്സിന്റെ ചെറിയ ജാറിൽ കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 8 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടതാണ് വെളുത്തുള്ളി. ഞാനിവിടെ 4 വലിയ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യമുള്ളതാണ് ചെറിയ ജീരകം. ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മൂവൻത്തെ കുരുമുളകാണ് ചേർക്കുന്നത്, അതായത് ഉണ്ട കുരുമുളക്. ഇനി ഇതെല്ലാം ചതച്ചെടുക്കാം. നല്ല പോലെ പേസ്റ്റായി അരയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതുപോലെ തന്നെ നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ വാളൻപുളി കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു മൺചട്ടി വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടതാണ് ഒരു നുള്ളു ഉലുവ, അധികമായി പോകരുത്. അതിലേക്ക് നമ്മൾക്ക് ചതച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് ആ എണ്ണയുടെ കൂടെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് വരും കേട്ടോ. നമ്മൾ ചേർത്ത ചെറിയുള്ളിന്റെയും വെളുത്തുള്ളിന്റെയും പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്താൽ മതി. ഞാൻ ഈ ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് വഴറ്റിയാൽ ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചീന്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണയിൽ മസാല ചതക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാനും പറ്റും. ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് മുളക് പൊടി കൂടി ചേർക്കാം. ഫ്ലെയിം ലോയിൽ വെച്ച് തന്നെ പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ മസാല ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും വളരെ ചെറിയ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. അതിന്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നിങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേണേ. എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടയേണ്ട ആവശ്യമില്ല, ഒന്ന് ഉടഞ്ഞ് സ്റ്റാർട്ട് ആയാൽ മതി. നിങ്ങൾ ഇങ്ങനെയാണോ രസം ഉണ്ടാക്കാറ്? ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും, ഉറപ്പാ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടുമില്ല. ഈ സമയത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളി വെള്ളം അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ല പോലെ തിളച്ചു വരട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം കായപ്പൊടി കൂടി ചേർക്കാം. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണേൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് ഉപ്പും കായവും കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കൈ വലുപ്പത്തിൽ മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. മല്ലിയില ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. നിങ്ങൾ രസം ഇതുപോലെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി, തീരുന്ന അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം. വളരെ ഈസി ആയിട്ട് റെഡി ആയില്ലേ രസം? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുപോലെ വളരെ രുചികരമായ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ശരി.